നമസ്കാരം. സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. തുടർച്ചയായ 12 മത്സരങ്ങളിൽ തോൽവിയറിയാതെ സീസണിന്റെ തുടക്കം ഗംഭീരമാക്കിയ FC ഗോവ തുടർച്ചയായ 2 മത്സരങ്ങളിൽ തോൽവി രുചിച്ചിരിക്കുന്നു. 12 മത്സരങ്ങൾ തോൽവിയറിയാതെ ലീഗ് ഷീൽഡിലേക്ക് കുതിച്ച FC ഗോവയ്ക്ക് ആദ്യ പരാജയം നേരിടേണ്ടി വന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെയായിരുന്നുവെങ്കിൽ അത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ ഒപ്പത്തിനൊപ്പം നിന്ന പോരാട്ടത്തിനൊടുവിൽ ഗോൾ കീപ്പർ വരുത്തിയ പിഴവ് മുതലെടുത്തായിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ വിജയമെങ്കിൽ ഇന്നലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയോട് FC ഗോവ പരാജയപ്പെട്ടത് തികച്ചും മോശം പ്രകടനത്തിനൊടുവിൽ തന്നെയായിരുന്നു. തീർത്തും മോശം പ്രകടനം തന്നെ നടത്തിയ FC ഗോവ മത്സരത്തിൽ നിരവധി അവസരങ്ങൾ സൃഷ്ടിച്ചുവെങ്കിലും ഗോൾ സ്കോറിംഗിലെ പോരായ്മകൾ ഒരിക്കൽ കൂടി പ്രകടമായ മത്സരം. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ഉൾപ്പെടെ അടങ്ങുന്ന പട്ടികയിലെ ആദ്യ 6 ടീമുകളിൽ ഏറ്റവും കുറവ് ഗോളുകൾ നേടിയ ടീമിനെ പരിശോധിച്ചാൽ അവിടെ FC ഗോവയെ കാണാമെങ്കിൽ ഗോളടി മികവ് ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്നു. അവസാന 5 മത്സരങ്ങളിലെ ഫോം പരിശോധിച്ചാൽ FC ഗോവയുടെ ഗ്രാഫ് താഴേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചയും കാണാനാവും. മാനലോ മാർക്കസ് എന്ന പരിശീലകന് ഇന്ത്യൻ സൂപ്പർ ലീഗ് ചരിത്രത്തിലാദ്യമായി ബാക്ക് ടു ബാക്ക് ഹോം ഡിഫീറ്റ് നേരിടേണ്ടി വന്നെങ്കിൽ അവസാന 5 മത്സരങ്ങളിൽ 15-ൽ നേടാനായത് വെറും 5 പോയിന്റുകൾ മാത്രം. ഒരു വിജയം, 2 സമനിലകൾ, 2 തോൽവികൾ. അതിൽ നേടിയ ഏക വിജയമാവട്ടെ പട്ടികയിലെ അവസാന സ്ഥാനക്കാരായ ഹൈദരാബാദ് FCയോടും. തോൽവിക്ക് പിന്നാലെ ടീം എങ്ങനെ പ്രതികരിക്കുന്നു എന്നിടത്ത് മികച്ച ടീമിനെ മനസ്സിലാക്കാനാവും എന്ന വാക്യം ആവർത്തിച്ച മാനലോ മാർക്കസ് ഇത് റെഗുലർ സീസണാണ്, ടീമിന് അർഹിക്കുന്നിടത്ത് മാത്രമേ ഫിനിഷ് ചെയ്യാനാവൂ എന്നും താരങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ മാസം 25-നും 28-നും ഇനി FC ഗോവയെ കാത്തിരിക്കുന്ന എതിരാളികൾ കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റി FCയുമാണ്.